ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്രൈവർ പരീക്ഷകളിലൊക്കെ വരുന്ന ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവാം. നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം ജോഗ്രഫിന്റെ ഭാഗത്തുനിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നുള്ളതാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതില് ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ, സ്ട്രാറ്റോസ്ഫിയർ അറോറ, മീസോസ്ഫിയർ ഓസോൺ പാളി, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതില് ശരിയായ ജോഡി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 1 and 2 ആണ്. അപ്പൊ നോക്കിക്കേ, ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളികളിൽ നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. നമുക്ക് പ്രധാനമായിട്ടും എത്ര അന്തരീക്ഷ പാളികളാണുള്ളത്? നമുക്ക് പ്രധാനമായിട്ടും 5 അന്തരീക്ഷ പാളികളാണുള്ളത്. അതിൽ നമ്മുടെ ഭൗമോപരിതലത്തോട് ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെ? ട്രോപ്പോസ്ഫിയറിന്റെ ഏകദേശം ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വരെയാണ്. ഇനി ഈ ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രോപ്പോസ്ഫിയറിൽ നിന്നും സ്ട്രാറ്റോസ്ഫിയറിലേക്ക് എത്തുമ്പം അതിന്റെ ഇടയിൽ ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. അതൊക്കെ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഈ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ കാണുന്ന വെതറും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് പാളിയാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെയാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും ഉയരത്തിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പം നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ട്രോപ്പോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഇവിടെ ട്രോപ്പോസ്ഫിയറിൽ എന്താണ്? ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുവാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലോട്ടേക്ക് എത്തി. സ്ട്രാറ്റോസ്ഫിയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ഓസോൺ പാളിയൊക്കെ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലോട്ട് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അവിടെ ടെമ്പറേച്ചർ കൂടുകയാണ്. അതായത് ഇവിടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിലാണ് എയർക്രാഫ്റ്റുകളും കാര്യങ്ങളെല്ലാം കാണപ്പെടുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് അടുത്ത പാളിയായ മീസോസ്ഫിയറിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോൺ ആണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് മീസോസ്ഫിയറിലേക്ക് എത്തി. ഇതിന്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം 85 കിലോമീറ്റർ വരെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ മീസോസ്ഫിയറിലാണ് നമുക്ക് ഉൽക്കകളും മീറ്ററോയിഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് മീസോസ്ഫിയറിലാണ് കാണാൻ കഴിയുന്നത്. മീസോസ്ഫിയറിലോട്ടേക്ക് എത്തുമ്പം ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ വീണ്ടും കുറയുവാണ് ചെയ്യുന്നത്. മീസോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന പാളി ഏതാണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ ആണ് മീസോസ്ഫിയറിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന പാളി. ഏറ്റവും പുറമെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും പുറമേ ഉള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമുക്ക് സാറ്റലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ, അറോറ, ഇതൊക്കെ നമുക്ക് തെർമോസ്ഫിയറിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ പ്രധാനപ്പെട്ട അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ പാളികളെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതേ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രോപ്പോസ്ഫിയറുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു, അല്ലെ? അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഉയരം 15 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇത്തരത്തിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയറിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നതെന്നാണ്. ഓസോൺ പാളി എവിടെ കാണപ്പെടുന്നതെന്നാണ് നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, അല്ലെ? ഓസോൺ പാളി
ട്രോപ്പോസ്ഫിയറിലല്ല കാണുന്നത്. ഓസോൺ പാളി എവിടെയാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം ഈ 3 ഓപ്ഷൻസിലും 4 കോമൺ ആയിട്ട് കിടപ്പുണ്ട് അല്ലേ. അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ആദ്യം പഠിച്ചു ട്രോപ്പോസ്ഫിയറിൽ എന്താണ്, നമ്മൾ ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ കുറയുമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. പിന്നെ എന്താണ്, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു അന്തരീക്ഷ പാളികൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലെയർ എന്നുള്ള ഭാഗത്ത് നിന്ന് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലൗഡ്സ്, ടൈപ്പ് ഓഫ് ക്ലൗഡ്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് ക്ലൗഡ്സിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതെന്നാണ്. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ഇരുണ്ട ചാരനിറത്തിലുള്ള മേഘങ്ങൾ? അത് നിംബസ് ക്ലൗഡ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മഴമേഘങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന നിംബസ് ക്ലൗഡ്സ് ആണ് ഇരുണ്ട ചാരനിറത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മേഘങ്ങളെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് 4 ആയിട്ട് തിരിക്കാം. ഒന്ന് സ്ട്രാറ്റസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് മേഘങ്ങൾ. അടുത്തത് ക്യൂമുലസ് മേഘങ്ങൾ. അടുത്തത് സിറസ് മേഘങ്ങൾ. അടുത്തത് നിംബസ് മേഘങ്ങൾ. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ക്ലൗഡ്സിനെ 4 ആയിട്ട് തിരിക്കാൻ പറ്റുന്നത്. ഇതില് നമ്മുടെ ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, പഞ്ഞിക്കെട്ടുകൾ പോലെ ഇല്ലേ? ഇത്തരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെയാണ് നമ്മൾ ക്യൂമുലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഏകദേശം പക്ഷിയുടെ തൂവല് പോലെ കിടക്കുന്ന ഇത്തരത്തിലുള്ള മേഘങ്ങളെയാണ് നമ്മൾ സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇരുണ്ട നിറത്തിൽ, നമ്മൾ മഴയൊക്കെ ശക്തമായിട്ട് പെയ്യുന്ന സമയത്ത് വളരെ ഇരുണ്ട നിറത്തിൽ കാണുന്ന ക്ലൗഡ്സിനെ വിളിക്കുന്ന പേരാണ് നിംബസ് ക്ലൗഡ്സ് എന്ന്. അപ്പൊ ഇത്തരത്തിൽ 4 ടൈപ്പ് ക്ലൗഡ്സ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ക്ലൗഡ്സിന്റെ ഡിഫറൻസസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിന്റെ ഷേപ്പും അതുപോലെ ഇത് ഏത് രീതിയിലാണ് കാണപ്പെടുന്നത് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത്? അല്ലെ, നിഫെ ലെയർ എന്നറിയപ്പെടുന്നത് ഏത് പാളിയാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, മാന്റിൽ, അകക്കാമ്പ്. ഇതിൽ ഏതാണ് നമ്മുടെ നിഫെ ലെയർ എന്നറിയപ്പെടുന്നത്? അത് അകക്കാമ്പാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. എർത്തിന്റെ ഏറ്റവും പുറമേ കിടക്കുന്ന പാളി ഏതാണ്? അത് നമ്മുടെ ക്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. ഈ ഭൂവൽക്കം 2 രീതിയിലുണ്ട് അല്ലെ. സമുദ്രാന്തര ഭൂവൽക്കവും ഉണ്ട്, അതുപോലെ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്. അപ്പൊ 2 രീതിയിലുള്ള ക്രസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്രസ്റ്റിന്റെ താഴെയായിട്ട് കിടക്കുന്നത് ഏതാണ്? താഴെയായിട്ട് കിടക്കുന്ന പാളി മാന്റിലാണ് അല്ലെ. മാന്റിലും നമുക്ക് 2 രീതിയിലുള്ള മാന്റിൽ ഉണ്ട്. അപ്പർ മാന്റിലും ലോവർ മാന്റിലും, അധോ മാന്റിലും കീഴ്മാന്റിലും ഉണ്ട് നമുക്ക്. അതിന് ഏറ്റവും താഴെയായിട്ട് കിടക്കുന്ന അടുത്ത പാളി ഏതാണ്? അല്ലെങ്കിൽ അടുത്തത് ഏതാണ്? കോറാണ് അല്ലെ, അല്ലെങ്കിൽ കാമ്പാണ്. കാമ്പ് 2 രീതിയിലുണ്ട്. അകക്കാമ്പുമുണ്ട്, പുറക്കാമ്പുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ക്രസ്റ്റിന്റെ ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? സിലിക്ക ആൻഡ് അലൂമിനിയം കണ്ടന്റും അതുപോലെ തന്നെ സിലിക്ക ആൻഡ് മഗ്നീഷ്യം കണ്ടന്റും കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഭൂവൽക്കത്തിന്റെ ഭാഗത്ത്. അതില് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഭാഗത്തിനെ നമ്മൾ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സിമ എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ സിയാൽ എന്ന് വെച്ചാൽ എന്താ? സിലിക്കയും അലൂമിനിയവും. സിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്ക ആൻഡ് മഗ്നീഷ്യം. അപ്പൊ ഇത് എവിടെയാണുള്ളത്? ക്രസ്റ്റിലാണുള്ളത് അല്ലെ, ക്രിസ്റ്റലാണുള്ളത്. ഇനി നമ്മള് കാമ്പിന്റെ കാര്യം പറഞ്ഞു അല്ലെ. കോറ്, അകക്കാമ്പും ഉണ്ട്, പുറക്കാമ്പും ഉണ്ട്. ഇവിടെ ഏതാ കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്? നിക്കലും അയണുമാണ് കാണാൻ വേണ്ടി സാധിക്കുക. സോ നമ്മൾ ഈ ഒരു ഭാഗത്തിനെ എന്തെന്ന് വിളിക്കുന്നു? നിഫെ ലെയർ എന്ന് വിളിക്കുന്നു. നിഫെ ലെയർ എന്നാണ് നമ്മൾ
ഈ ഒരു കാമ്പിന്റെ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ നമ്മുടെ കാമ്പിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. കാമ്പിന്റെ ഭാഗത്താണെങ്കിൽ നമ്മുടെ ഇന്നർ കോർ അല്ലെ, അതായത് അകക്കാമ്പ് എങ്ങനെയായിരിക്കുന്നത്, അകക്കാമ്പ് റിജിഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. എന്നാൽ പുറക്കാമ്പ് എന്ന് പറയുന്നത് കുറച്ച് മെൽറ്റഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ പുറക്കാമ്പ് ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് പറയുന്നത് റിജിഡ് ആയിട്ടും പുറക്കാമ്പ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ആയിരിക്കും ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ ഓരോ ഇതിന്റെ ഇടയിലും, അതായത് ഓരോ പാളികൾക്കിടയിലും എന്തുണ്ട്, ഓരോ ട്രാൻസിഷൻ സോൺസ് ഉണ്ട് അല്ലെ. അപ്പം അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഈ ഓരോ ലെയേഴ്സിനും ഇടയിൽ എന്തുണ്ട്, ഓരോ ഡിസ്കണ്ടിന്യൂറ്റീസ് കൂടി ഉണ്ട്. അപ്പൊ ആ ഡിസ്കണ്ടിന്യൂറ്റീസും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പം ഡിസ്കണ്ടിന്യൂറ്റീസ് പഠിക്കാനുള്ള ഒരു കോഡ് പറഞ്ഞുതരാം. CM റെഗൂൾ എന്ന് ഓർത്താൽ മതി. CM റെഗൂൾ എന്ന് ഓർത്താൽ മതി. അതായത് സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണാഡ് വിച്ഛിന്നത, എം എന്ന് വെച്ചാൽ മോഹോറിക് വിച്ഛിന്നത, ആർ എന്ന് വെച്ചാൽ റെപ്പിറ്റേറ്റ് വിച്ഛിന്നത, GU എന്ന് വെച്ചാൽ ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത, L എന്ന് വെച്ചാൽ ലേഹ്മാൻ വിച്ഛിന്നത. അപ്പൊ അതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ എന്താണ്, ഓരോ ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. ഇതില് നമ്മുടെ സി, അതായത് കൊണാഡ് വിച്ഛിന്നത എന്ന് പറയുന്നത് എന്തിനിടയിലുള്ളതാ, നമ്മുടെ അപ്പർ ക്വസ്റ്റിനും ലോവർ ക്വസ്റ്റിനും, അതായത് സിമയ്ക്കും സിയാലിനും ഇടയിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്, കൊണാഡ് വിച്ഛിന്നത എന്ന് പറയുന്നത്. മൊഹോവിക് വിച്ഛിന്നത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൻഡിൽ, അതായത് ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ളതാണ് ഏതെന്ന് വെച്ചാൽ മൊഹോവിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഇനി റെപ്പിറ്റേറ്റ് വിച്ഛിന്നത എന്ന് പറയുന്നത് 2 ടൈപ്പ് മാൻഡിലുണ്ട് അല്ലെ. അപ്പം നമ്മുടെ അധോ മാൻഡിലും കീഴ്മാൻഡിലും ഇടയിലുള്ളതാണ് റെപ്പിറ്റേറ്റ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത് നമ്മുടെ മാൻഡിലിനും കോറിനും ഇടയിലുള്ള, അതായത് മാൻഡിലിനും കാമ്പിനും ഇടയിലുള്ളതാണ് ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത്. ലേഹ്മാൻ വിച്ഛിന്നത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാമ്പുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 2 കാമ്പുകൾക്കിടയിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ലേഹ്മാൻ വിച്ഛിന്നത എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ വിച്ഛിന്നതകൾ കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആ ഭാഗത്തു നിന്നൊക്കെ മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും നമ്മുടെ എർത്തിന്റെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഭൂമിയുടെ പുറന്തോടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ്. അതായത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കിക്കേ, കോണ്ടിനെന്റൽ പുറന്തോടിനെ അപേക്ഷിച്ച് ഓഷ്യാനിക് പുറന്തോട് കനം കുറഞ്ഞതാണ്. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ, പ്രധാന പർവ്വത സംവിധാനങ്ങളുടെ പ്രദേശങ്ങളിൽ കോണ്ടിനെന്റൽ പുറന്തോട് കട്ടിയുള്ളതാണ്. അടുത്ത നോക്കിക്കേ, പുറന്തോട് മാൻഡിലിനേക്കാൾ, അതായത് പുറന്തോടിന് മാൻഡിലിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുണ്ട്. ഇത്തരത്തിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓഷ്യാനിക് ക്രസ്റ്റിന് കനം എന്താണ്, കുറവാണ്. അത് എളുപ്പമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. ഓഷ്യാനിക് ക്രസ്റ്റിനാണ് കനം കുറവ്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരുന്നു. കാരണം എന്താ, പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് ഒക്കെയുള്ള ഏരിയാസിലായിരിക്കും നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് കട്ടി കൂടുതൽ ഉണ്ടാവുക. അതൊരു ഈസി സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ക്രസ്റ്റിന് മാൻഡിലിനേക്കാൾ ഉയർന്ന സാന്ദ്രത ഉണ്ട് എന്നുള്ളത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സാന്ദ്രത ഉയർന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 1 and 2 ഓൺലി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം എന്ന് തിരിച്ചറിയുക. അപ്പം നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ്, പാരലൽ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിവിടെ 4 അക്ഷാംശ രേഖകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇതിന്റെ ആൻസർ എന്താണ്, ഇതിന്റെ ആൻസർ 1 മാത്രമല്ലേ ശരി, ഓപ്ഷൻ എ ആണ് ശരി. ഇതിൽ നമ്മുടെ ഉത്തരായന രേഖയിൽ കൂടി മാത്രം അല്ലെ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏതാണ്, ഉത്തരായന രേഖ മാത്രമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ 1 ഓൺലി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അക്ഷാംശ രേഖകൾ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഭൂമിയോട് പാരലലി വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്.
നമ്മളിങ്ങനെ എർത്തിനെ ഇങ്ങനെ പാരലലി വരയ്ക്കുമ്പോൾ നമുക്ക് എർത്തിനെ എന്ത് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്ത് കിട്ടുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർത്തേൺ ഹെമിസ്ഫിയർ. താഴെ ഭാഗത്ത് വിളിക്കുന്നതിന് കിട്ടുന്ന പേരാണ്, താഴത്തെ ഇത്രയും പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സദേൺ ഹെമിസ്ഫിയർ അല്ലെ. അപ്പൊ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇത്തരത്തില് ലാറ്റിറ്റ്യൂഡ്സ് വരയ്ക്കുമ്പോൾ ഈ നടുക്ക് കൂടി അല്ലെ, ഭൂമിയുടെ സെൻട്രൽ കൂടി പോകുന്ന ഈ വലിയ ലാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ലാറ്റിറ്റ്യൂഡിന്റെ പേരെന്താണ്? അതാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അത് എത്ര ഡിഗ്രിയാണ്? അത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ്. ഇനി ഇക്വേറ്ററിന്റെ തൊട്ട് മുകളിലായിട്ട് അല്ലെ, ഏകദേശം 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് മുതൽ 23.5 ഡിഗ്രി നോർത്തിലും, അതായത് നമ്മുടെ ഇക്വേറ്ററിന്റെ നോർത്തിലും സൗത്തിലുമായിട്ട് 23.5 ഡിഗ്രിയിൽ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോർത്തേൺ ഭാഗത്ത് അല്ലെ, വടക്ക് ഭാഗത്താണ് 23.5 ഡിഗ്രിയിൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ. ഇനി നമ്മുടെ ഇക്വേറ്ററിന്റെ താഴെ അല്ലെ, സദേൺ ഭാഗത്ത് 23.5 ഡിഗ്രിയിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്തുണ്ട്? ഇനി നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ ഏകദേശം 66.5 ഡിഗ്രിയിലാണ് കിടക്കുന്ന രേഖേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർട്ടിക് സർക്കിൾ അല്ലെ, ആർട്ടിക് വൃത്തം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ദക്ഷിണായന രേഖയുണ്ടല്ലോ, ദക്ഷിണായന രേഖയുടെ തൊട്ട് താഴെ 66.5 ഡിഗ്രിയിൽ കിടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എർത്തിന്റെ ഏറ്റവും മുകളിൽ നോർത്തേൺ ഭാഗത്ത് 90 ഡിഗ്രി നോർത്തിൽ കിടക്കുന്നത് എന്താണ്? നോർത്ത് പോൾ ആണ്. ഓക്കെ, നോർത്ത് പോൾ ആണ്. ഓക്കെ, ഇനി നമ്മുടെ എർത്തിന്റെ 90 ഡിഗ്രി സൗത്തിൽ ഏറ്റവും അടിയിൽ കിടക്കുന്നത് എന്താണ്? സൗത്ത് പോൾ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ലാറ്റിറ്റ്യൂഡ്സും ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിൽ വരുന്ന അല്ലെ ഈ അക്ഷാംശങ്ങൾ എത്രയാണ്? 23.5 ഡിഗ്രി, 66 ഡിഗ്രി, അങ്ങനെയുള്ള അക്ഷാംശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി എർത്തിന്റെ എന്തുണ്ട്? ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട് അല്ലെ. എർത്തിലെ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വെർട്ടിക്കലി വരയ്ക്കുന്ന ലൈൻസ് ആണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കലി ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡ്സ് പോകുമ്പോൾ ഇതിന്റെ കറക്റ്റ് മിഡിൽ പോർഷനിലുള്ള ലൈനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് പ്രൈം മെരീഡിയൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവശിഷ്ട പാറകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതായത് റോക്ക് അല്ലെ, നമ്മുടെ ശിലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെഡിമെന്ററി റോക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതില് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഈ പാറകൾ വളരെ മൃദുവാണ്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? അവ പല പാളികളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇത്രയും 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇത് നോക്കിക്കേ, ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണല്ലേ. അവശിഷ്ട ശിലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവശിഷ്ട ശിലകൾ അല്ലെങ്കിൽ അവസാദ ശിലകൾ കേട്ടോ. അവസാദ ശിലകളാണ് ഉദ്ദേശിക്കുന്നത്, സെഡിമെന്ററി റോക്സ്. അപ്പം ഇതിൽ നോക്കിക്കേ, അവസാദ ശിലകളിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഫോസിലുകൾ കാണാൻ സാധിക്കും. ഫോസിലുകൾ കാണപ്പെടുന്ന ഒരേ ഒരു ശിലയാണ് ഏതെന്ന് പറയുന്നത്? അവസാദ ശില എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്തരത്തിലുള്ള ശിലകൾ എന്താണ്? വളരെ സോഫ്റ്റ് റോക്സ് ആണ് അല്ലെ. ഇവ എന്താണ്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റോക്സ് ആണ്. ഇത് എങ്ങനെയാ? പല പാളികളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എന്താണ്? എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ റോക്കുകൾ, പ്രധാനപ്പെട്ട ശിലകൾ ഏതൊക്കെയാണ്, ആ ശിലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ശിലകളുടേത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് പ്രധാനപ്പെട്ട ശിലകളെ ഒന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ശിലയാണ് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയ ശിലകൾ. ഓക്കെ, ഈ ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന ലാവ, മാഗ്മയൊക്കെ തണുത്തുറഞ്ഞുണ്ടാകുന്ന തരം ശിലകളാണ് ഏതെന്ന് പറയുന്നത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് റോക്കാണ് ഇത് സെഡിമെന്ററി റോക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അവസാദ ശിലകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സെഡിമെന്റ് കോമ്പാക്ടേഷൻ വഴിയാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത് അല്ലെ. അവസാദ ശിലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അതിൽ നമുക്ക് ഫോസിലുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു, ലെയേഴ്സ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതൊക്കെ എന്തിന്റെ പ്രത്യേകതയാ? നമ്മുടെ അവസാദ ശിലകളുടെ പ്രത്യേകതയാണ്. ഇനി മറ്റൊരു ടൈപ്പ് റോക്കാണ് ഏതെന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്ക്, അല്ലെങ്കിൽ കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത് അല്ലെ. ഈ കായാന്തരിക ശിലകളുടെ പ്രത്യേകത എന്താ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അല്ലെ. അതായത് താപം, മർദ്ദം, വ്യാപ്തം, ഈ മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാകുന്ന ഒരു തരം റോക്കുകളാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ അതായത് കായാന്തരിക ശിലകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ മെറ്റാമോർഫിക് റോക്ക് അല്ലെങ്കിൽ കായാന്തരിക ശിലകളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഫോലിയേറ്റഡ് റോക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും, റോക്ക് ബാൻഡിങ്സ് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ചില കല്ലുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാം ഇങ്ങനെ മിനറൽസ് ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചതുപോലെ കാണാം. അതായത് പല കളേഴ്സ് ഇങ്ങനെ ചില കല്ലൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് കളേഴ്സ് കാണാൻ പറ്റില്ലേ? മുകളിൽ ചിലപ്പോൾ ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും, അതിന്റെ താഴെ ഒരു റെഡിഷ് കളർ ആയിരിക്കും. അതിങ്ങനെ ഒരു ബാൻഡിങ് പോലെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ബാൻഡിങ്സും ഫോലിയേഷൻസ് ഒക്കെ കാണുന്നത് ഏത് റോക്കുകളിലാണ്? നമ്മുടെ കായാന്തരിത ശിലകളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ശിലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതിയാകും. നിങ്ങൾക്ക് അവിടുന്ന് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോ ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും എക്സാമ്പിൾസും കൂടി നിങ്ങൾ പഠിക്കണം. ആഗ്നേയശിലകളുടേത്, അതുപോലെ തന്നെ അവസാദ ശിലകളുടെയും മെറ്റാമോർഫിക് റോക്സിന്റെ ഒക്കെ എന്ത് ചെയ്യുക, എക്സാമ്പിൾസും കൂടി പഠിച്ചു വെച്ചോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പാഞ്ചിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? അല്ലെ, അതാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ആൽഫ്രഡ് വെഗ്നർ ആണ്. എന്താണ് പാഞ്ചിയ എന്ന് വെച്ചാൽ? ഈ പാഞ്ചിയ എന്ന ആശയം, അതായത് ആൽഫ്രഡ് വെഗ്നർ മുന്നോട്ട് വെച്ച തിയറി ഏതാണെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ആ തിയറിന്റെ പേരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം, അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അപ്പം ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? നമ്മൾ ഇപ്പൊ കാണുന്ന ഈ കോണ്ടിനെന്റ്സ് ഒക്കെ പണ്ട് എങ്ങനെയാ ഉണ്ടായിരുന്നത്? ഒരൊറ്റ സൂപ്പർ കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഒരൊറ്റ വൻകരയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ വൻകരയ്ക്ക് ചുറ്റും ഒരു മെഗാ ഓഷ്യൻ ഉണ്ടായിരുന്നു, ഒരു മഹാസമുദ്രം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പല ഇന്നലെ ഇപ്പൊ കാണുന്ന രീതിയിലുള്ള മോഡേൺ ടൈംസിലുള്ള പല കോണ്ടിനെന്റ്സ് ആ ഒരു ഒറ്റ സൂപ്പർ കോണ്ടിനെന്റിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്തുണ്ടായി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് വെച്ച തിയറിനെ വിളിക്കുന്ന പേരാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ ഒരു തിയറി പ്രകാരം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കോണ്ടിനെന്റ്സ് ആദ്യം ഇപ്പൊ കാണുന്ന കോണ്ടിനെന്റ്സ് എല്ലാം പണ്ട് എങ്ങനെയായിരുന്നു? ഒറ്റ ഒരു കോണ്ടിനെന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളിപ്പം ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് പോലെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇതെല്ലാം ഒറ്റ കോണ്ടിനെന്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഒരു സിംഗിൾ കോണ്ടിനെന്റ്, ആ ഒരു ഒറ്റ കോണ്ടിനെന്റിന് അദ്ദേഹം കൊടുത്ത പേരാണ് എന്തെന്ന് പറയുന്നത്? പാഞ്ചിയ. ഓക്കെ, പാഞ്ചിയ. ഇനി ഈ ഒരു ഒറ്റ ഈ ഒരു സൂപ്പർ പാഞ്ചിയ എന്നുള്ള ഈ ഒരു സൂപ്പർ കോണ്ടിനെന്റിന് ചുറ്റും ഒരു മെഗാ ഓഷ്യൻ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഓഷ്യൻ അദ്ദേഹം കൊടുത്ത പേരാണ് പന്തലാസ. പന്തലാസ. ഓക്കെ, അങ്ങനെ പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ പാഞ്ചിയ എന്താകുന്നു? ഈ പാഞ്ചിയ എന്നുള്ള സൂപ്പർ കോണ്ടിനെന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കോണ്ടിനെന്റ്സ് ആയിട്ട് മാറുന്നു. അതാണ് ലൊറേഷ്യ ആൻഡ് ഗോണ്ട്വാന എന്ന് പറയുന്നത്. പിന്നീട് ഈ ലൊറേഷ്യയും ഗോണ്ട്വാനയൊക്കെ സ്പ്ലിറ്റ് ചെയ്തുണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നൊക്കെ പറയുന്ന പല കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അദ്ദേഹത്തിന്റെ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്? ആൽഫ്രഡ് വെഗ്നർ ആണ്. അപ്പൊ ഇത്തരത്തില് ജിയോഗ്രഫിയിൽ കുറച്ച് തിയറീസ് ഉണ്ട്. അത്തരത്തിലുള്ള തിയറീസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പം അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ തിയറി കൊണ്ടുവന്നത് ആളാരാണ്, ആ തിയറി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 പ്രസ്താവനകളുണ്ട്. ആദ്യത്തെ പ്രസ്താവന എയിൽ എന്താ പറയുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. അതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, അസേർഷൻ പറയുന്നത് അതാണ്. അടുത്തത് പ്രസ്താവന ബി ആണ്. അതിലെന്താ പറയുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചലിക്കുന്നു.
ഓക്കെ, ഇങ്ങനെ രണ്ട് പ്രസ്താവനകളാണ് പറയുന്നത്. എന്നിട്ട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശരി കണ്ടെത്തുക എന്നാണ്. ഇതിൽ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് പ്രസ്താവന എ ശരി, ബി തെറ്റ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് പ്രസ്താവന ബി ശരി, എ തെറ്റ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് രണ്ട് പ്രസ്താവനകളും തെറ്റ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താ, രണ്ട് പ്രസ്താവനകളും ശരിയാണ്, പ്രസ്താവന ബി പ്രസ്താവന എ വിശദീകരിക്കുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പ്രസ്താവന എയിൽ പറയുന്നത് എന്താ, നമുക്ക് രണ്ട് അർദ്ധഗോളങ്ങളുണ്ട് അല്ലെ, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. ഓക്കെ, ഉത്തരാർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വെച്ചാൽ ഉത്തരാർദ്ധഗോളവും താഴത്തത് എന്താണ്, ദക്ഷിണാർദ്ധഗോളവും. അപ്പൊ നമ്മള് ഇവിടെ അതായത് ഉത്തരാർദ്ധഗോളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ദക്ഷിണാർദ്ധഗോളത്തിൽ കൂടി സഞ്ചരിക്കുന്ന പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റലീസിന് വേഗത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇവിടെ കാറ്റിന് സഞ്ചരിക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ നമുക്ക് കൂടുതലും എന്ത് കാണാൻ വേണ്ടി സാധിക്കും, കോണ്ടിനെന്റ്സ് ആണ് കൂടുതലും കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ. ഉത്തരാർദ്ധഗോളത്തിൽ മൊത്തം എന്താണ്, കോണ്ടിനെന്റ്സ് ആണ്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് സമുദ്രമാണ്. കോണ്ടിനെന്റ്സിന്റെ ഒരു അളവ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, കുറവാണ് അല്ലെ. അപ്പൊ ഇവിടെ സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തില് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, കുറവാണ്. കാരണം ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് ഫ്രിക്ഷൻ ഇല്ല അല്ലെ. കാരണം ഇവിടെ മുകളിൽ എന്താണ്, ഒരുപാട് വൻകരകളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. താഴെ എന്തില്ല, ഫ്രിക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ കൂടുതൽ നമ്മുടെ സമുദ്രത്തിന്റെ മുകളിൽ കൂടിയൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പശ്ചിമവാദങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ബി സ്റ്റേറ്റ്മെന്റിൽ കണ്ടോ, പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചലിക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, കാറ്റിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഓരോ ഫ്രിക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ മരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഈ സഞ്ചരിക്കുന്ന കാറ്റ് ഈ ഓരോ ഫ്രിക്ഷൻസിലും തട്ടുമ്പോൾ അതിന്റെ സ്പീഡ് എന്താകുന്നു, കാറ്റിന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഫുള്ള് ഓഷ്യനാണ് അല്ലെ, സമുദ്രമാണ് കൂടുതലുള്ളത്. അപ്പൊ ഈ കാറ്റിന് സഞ്ചരിക്കുമ്പം അവിടെ ഇങ്ങനെ തട്ടി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ അവിടെ കുറവാണ്. സോ കാറ്റിന് ഉത്തരാർദ്ധഗോളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ കുറച്ചും കൂടി സ്പീഡിൽ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പ്രസ്താവന ബിയും എന്താണ്, ശരിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രസ്താവന എന്റെ കറക്റ്റ് ആയിട്ടുള്ള വിശദീകരണമാണ് ഏതെന്ന് പറയുന്നത്, പ്രസ്താവന ബി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. രണ്ട് പ്രസ്താവനകളും ശരി. പ്രസ്താവന ബി പ്രസ്താവന എനെ വിശദീകരിക്കുന്നു. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫോഴ്സസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ 1, 2 and 3 ആണ്. അതായത് മർദ്ദ വ്യത്യാസങ്ങൾ, അതായത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, പിന്നെ കൊറിയോലിസിസ് എഫക്റ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ഘർഷണം, അതായത് നമ്മൾ കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഘർഷണം, ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും നമ്മളെ കാറ്റിന്റെ ദിശേനെയും ഗതിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ജോഗ്രഫിയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിപ്പോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അന്തരീക്ഷ പാളികളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭൂമിയുടെ ആന്തരിക ഘടനയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, മേഘങ്ങളുടെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറ്റുമായി ബന്ധപ്പെട്ട, പശ്ചിമവാദങ്ങളുമായി ബന്ധപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കുറച്ച് അപ്ലൈഡ് ലെവൽ, കുറച്ച് കോൺസെപ്ച്വൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകളൊക്കെ കൃത്യമായി, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ശിലകളുടെ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ്സിൽ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് CC ഒരു ഡ്രൈവർ കം OA 60 days ക്രാഷ് ബാച്ച്
ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസും ആ ലൈവ് ക്ലാസ്സിന്റെ PDF നോട്ട്സും ഡെയിലി ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും മോഡൽ എക്സാംസും ഇതുപോലെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എപ്പോഴും എക്സാംസിന് നല്ലതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്